നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കൂർക്കയ്ക്ക് വിളവെടുക്കുന്ന സമയമാണ് ഇപ്പോഴും. ധാരാളം കൂർക്കയ്ക്ക് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യും. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂർക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ മസാലയാണ്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ കൂർക്ക മസാല. ലൈറ്റ് മസാലയായിട്ടും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ നമുക്ക് ഈ കൂർക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ കൂർക്ക മസാല റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 1/2 കിലോ കൂർക്ക ഉണ്ടാവും. ഇത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിൽ തന്നെ ഉണ്ടായ കൂർക്ക കേട്ടോ. കുറച്ച് ചെറുതുണ്ട്, പിന്നെ അതുപോലെ തന്നെ നല്ല വലിയ കൂർക്കകളും ഉണ്ട് ഇതിൽ. അപ്പം നമുക്കിനി ഈ കൂർക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഇതിനെ ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം ഈ പുറത്തെ തൊലികളൊക്കെ കളയാണ്. ഇത് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്, ഫ്രഷ് ആണല്ലോ. ഒരു കൂർക്കയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും, പക്ഷേ ഇത് മുഴുവൻ ഇത് കുറേ ചെറുതുകളുണ്ടല്ലോ, ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ കൂർക്ക ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ വേരുകൾ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ട് പോകും. അപ്പോൾ ഇനി ഈ കഴുകിയെടുത്ത കൂർക്കനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റാൻ ഒരു 3-4 തവണ കഴുകിയെടുക്കണം. കൂർക്ക മണ്ണിലുണ്ടാകുന്നത് കൊണ്ട് തന്നെ നിറയെ മണ്ണായിരിക്കും കൂർക്കയിൽ. അപ്പോൾ കഴുകിയെടുത്ത കൂർക്കനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇനി കൂർക്കയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, വെള്ളം ഒഴിക്കാം. കൂർക്ക കവർ ചെയ്ത് വരുന്ന അത്രയും വെള്ളം ഒഴിക്കണം. നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. കൂർക്ക നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂർക്കയാണിത്. ഈ കൂർക്കയെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. വേവിച്ച് വെച്ച കൂർക്ക ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വേരുകൾ ഇത് കണ്ടോ, ഒരു വേരുള്ള കൂർക്കയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ട്. ഇതും ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വേരൊന്നും പ്രത്യേകം മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വലിയ കൂർക്കകളാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ മുഴുവൻ കൂർക്കയും ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി ചൂടായ ഈ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പകുതി കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ കൂർക്ക മസാലയുടെ കൂടെ തന്നെ ഇവിടെ എൻ്റെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ റൈസ് ഊറ്റിയെടുത്തിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പ്രഷർ കുക്കറാണ്. സ്റ്റൈനോ അയ്യാവോ ഹോം അപ്ലയൻസസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള പ്രഷർ കുക്കറായിട്ടത്. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കാണാത്തവർ കാണണം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വെക്കും. ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി പൗഡറുകൾ ചേർക്കാം. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാല പൗഡർ ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ നമുക്ക് അത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ആഫ്രിക്കൻ മല്ലിയുടെ ഒരു ഇലയാണ് കേട്ടോ. ഒരുപാട് ചേർക്കരുത്, ഇത് നല്ല മല്ലിയിലയുടെ കുത്തുണ്ടായിരിക്കും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടാം. ഇനി നമ്മുടെ സാധാരണ മല്ലിയില ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്കയാണ്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. കൂർക്ക മസാലയല്ലേ,
അപ്പോൾ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ടൈപ്പ് ആക്കാം, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മസാല ആക്കിയിട്ട് മാറ്റാം. നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കിഡിലൻ കൂർക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.